ഹായ് നമസ്കാരം. ഓഡു ട്യൂട്ടോറിയലിലെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഓഡുവിൽ സെയിൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊട്ടേഷനിൽ സെയിം നമ്പറാണ് സീക്വൻസ് നമ്പറാണ് വരുന്നത്. അതുപോലെ അത് സെയിൽസ് ഓർഡറായി കൺഫേം ചെയ്യുമ്പോഴും സെയിം സീക്വൻസ് നമ്പറാണ് വരുന്നത്. അത് നമുക്ക് കൊട്ടേഷന് ക്യൂടി എന്നും അതുപോലെ സെയിൽസ് ഓർഡറിന് എസ്ഒ എന്നും എങ്ങനെയാണ് മാറ്റുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇതിനായിട്ട് ചെയ്യേണ്ടത് ഡെവലപ്പർ മോഡ് എനേബിൾ ചെയ്യാം. ഇത് ഈസി മെത്തേഡ് നിങ്ങൾക്കറിയാലോ. ഡീബഗ് ഈക്വൽ ടു 1 കൊടുത്താൽ മതി. ഓക്കെ, അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ മാർക്ക് ഡീബഗ് ഈക്വൽ ടു 1, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ പോയിട്ട് ഡെവലപ്പർ മോഡ് എനേബിൾ ചെയ്യാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഞാൻ അതിൻ്റെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ ഞാനൊരു കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്തു, അത് സേവ് ചെയ്യുന്നു. ഇപ്പോൾ എസ് ആണ് വരുന്നത്. സെയിം അതുപോലെ തന്നെ കൺഫേം ചെയ്യുമ്പോൾ ഇപ്പോൾ എസ് ആണ് വരുന്നത്. ഈ സെയിം നമ്പർ തന്നെ. അപ്പോൾ നമുക്ക് കൊട്ടേഷന് വേറെ നമ്പറും അതുപോലെ സെയിൽസ് ഓർഡറിന് വേറെ നമ്പറുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീക്വൻസ് എന്നുള്ള ടാബ് എടുക്കാം. ഓക്കെ, നമ്മൾ സെറ്റിങ്സിൽ ടെക്നിക്കലിൽ സീക്വൻസ്. ഓക്കെ, ഇതിൽ ഞാൻ എന്ത് ചെയ്യും, സെർച്ച് ബാറിൽ സെയിൽസ് ഓർഡർ എന്നുള്ളത് സെർച്ച് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ സെയിൽസ് ഓർഡർ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇത് എന്ത് ചെയ്യണം, ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പോൾ കറണ്ട് പ്രിഫിക്സ് വരുന്ന എസും അതുപോലെ നെക്സ്റ്റ് നമ്പർ 71 ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം, നമുക്ക് ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇത് സെയിൽസ് ഓർഡർ കൺഫേം ചെയ്യുമ്പോഴുള്ള നമ്പറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അറിവിന് വേണ്ടിയിട്ട് കസ്റ്റം എന്ന് കൊടുക്കുന്നു ഇവിടെ. ഓക്കെ, ഈ സീക്വൻസ് കോഡ് നിങ്ങൾക്ക് എന്തായാലും ഓർമ്മ വേണം. ഇത് നമുക്ക് കോഡിൽ ആവശ്യമുണ്ട്. ഓക്കെ, അതുപോലെ ഞാൻ ഇതിന് എസ് ഒന്ന് കൊടുക്കുന്നു. ഓക്കെ, സ്ലാഷ് നിങ്ങൾക്ക് ഇയർ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്പർ 1 ഇതിൽ. ഓക്കെ, ഇത് സേവ് ചെയ്തു. അതുപോലെ ഇതിൻ്റെ പ്രീവിയസ് ഒറിജിനൽ ഫയൽ എടുക്കുന്നു. അതിൽ എനിക്ക് QTN ആണ്, കൊട്ടേഷന് QTN ആണ് വേണ്ടത്. QTN കൊടുത്തു. അതുപോലെ അതിനും സ്ലാഷ് എന്ന് കൊടുക്കുന്നു. അതും 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഓട്ടോമേഷൻ റൂളാണ് ചെയ്യേണ്ടത്. ഓട്ടോമേഷൻ റൂളിൽ ഞാൻ ന്യൂ എന്ന് കൊടുത്തു. അതിന് ശേഷം എന്ത് ചെയ്യുന്നു, QTN ഞാൻ ഷോർട്ട് ഫോം ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, സീക്വൻസ്. ഓക്കെ, നിങ്ങൾക്ക് കൊട്ടേഷൻ സീക്വൻസ് നമ്പർ എന്ന് അങ്ങനെ കൊടുക്കാം. ഓക്കെ, സെയിൽസ് ഓർഡർ എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ നമ്മൾ ട്രിഗർ ചെയ്യണം ഓൺ ആൻഡ് ക്രിയേറ്റ് ആൻഡ് എഡിറ്റ്. അതിനുശേഷം ആക്ഷനിൽ എക്സിക്യൂട്ടീവ് കോഡിൽ ഇവിടെ കോഡ് ടൈപ്പ് ചെയ്യണം. ഞാൻ ആ കോഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ നിങ്ങൾക്കത് പേഴ്സണലായിട്ട് അയച്ചു തരാം. ഓക്കെ, നിങ്ങൾ ഓക്കെ സേവ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സീക്വൻസ് നമ്പർ അറേഞ്ച് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ഓട്ടോമേഷൻ റൂൾ എനേബിൾ ചെയ്തു. ഇനി ഞാൻ സെയിൽസ് ഓർഡറിൽ പോയിട്ട് ന്യൂ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതിൽ എനിക്കൊരു ഐറ്റം ഇത് കൂടി ചെയ്യാനുണ്ട്. കൊട്ടേഷനിൽ സ്റ്റുഡിയോ ഓൺ ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യണം, എനിക്ക് കൊട്ടേഷൻ നമ്പർ കൂടി ഇവിടെ ആഡ് ചെയ്യണം. ഞാൻ അതിന് ടെക്സ്റ്റ് എടുക്കുന്നു. ഓക്കെ, ഇത് എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് സെയിൽസ് ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ ആ കൊട്ടേഷൻ നമ്പർ ഇവിടെ മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് ക്ലോസ് ചെയ്തു. ഒരു പോയിന്റ് ഞാൻ വിട്ടിയത് പറയാൻ, നമുക്ക് അതുകൂടി പറയാം. ഓക്കെ, ഓട്ടോമേഷനിൽ ഞാൻ ആ കോഡ് കൊടുത്തിരുന്നു. ഓക്കെ, ഓട്ടോമേഷനിൽ ഞാൻ ആ കോഡ് കൊടുത്തപ്പോൾ ഈ നമ്മൾ ആ സെയിൽസ് ഓർഡർ കൊടുത്ത നെയിമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പം നമ്മൾ സെയിൽസ് ഓർഡർ സീക്വൻസ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തില്ല, ആ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിന് കണ്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വീണ്ടും ഞാൻ സെയിൽസ് ഓർഡറിലോട്ട് പോകുന്നു. ഇനി ന്യൂ കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാനിത് സേവ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് ഇവിടെ കൊട്ടേഷൻ നമ്പർ നമുക്കിത് ഹൈഡ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സെയിൽസ് ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ മാത്രം വന്നാൽ മതി. ഇപ്പോൾ നമ്മൾ കൊട്ടേഷൻ നമ്പർ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ഞാൻ കൺഫേം ചെയ്യുന്നു. കൺഫേം ചെയ്യുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കാണ് അത് മാറും ചെയ്തു. കേട്ടോ, കൊട്ടേഷൻ നമ്പർ ഇവിടെ വരും ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കൊട്ടേഷനും അതുപോലെ സെയിൽസ് ഓർഡറും സെപ്പറേറ്റ് സീക്വൻസ് നമ്പർ സെറ്റ് ചെയ്യാൻ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ആ കോഡ് വേണമെങ്കിൽ പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്താൽ മതി. താങ്ക് യു. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.